ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. ഞാനിന്ന് വന്നിട്ടുള്ളത് വീട്ടിലുള്ള അരിപ്പൊടി കൊണ്ട് തയ്യാറാക്കാവുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ടേസ്റ്റിയും സോഫ്റ്റും ആയിട്ടുള്ള ഒരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് തന്നെ നമുക്ക് ഈ ഉണ്ണിയപ്പം തയ്യാറാക്കാൻ പറ്റും. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഉണ്ണിയപ്പമാണ്. എല്ലാവരും എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് ഒന്ന് സപ്പോർട്ട് കൂടെ തരിക. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് കൂടെ തരിക. ഞാനിതിൽ പഴം ഒന്നും ചേർത്തിട്ടില്ല. എന്നാലും നല്ല സോഫ്റ്റും ടേസ്റ്റി ആയിട്ടുള്ളൊരു ഉണ്ണിയപ്പമാണ്. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോയിലോട്ട് കിടക്കാം. അതിനായിട്ട് ഞാൻ 2 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതായത് ഇടിയപ്പത്തിനും പത്തിരിക്കൊക്കെ എടുക്കുന്ന അരിപ്പൊടിയാണിത്. ഈ കപ്പല്ലെങ്കിൽ ഗ്ലാസിൻ്റെ അളവിലെടുത്താലും മതി. പിന്നെ അത് 1/2 കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഗോതമ്പ് പൊടി ഇല്ലെങ്കിൽ മൈദ മാവ് ചേർത്ത് കൊടുത്താലും മതി. ഇത് 1/4 കപ്പ് റവയാണ്. പിന്നെ 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. പിന്നെ ഒരു മിക്സിയുടെ ചെറിയ ജാറെടുത്ത് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് 6-8 ഏലക്കയാണ് ചേർത്തിരിക്കുന്നത്. വലുതാണെങ്കിൽ 6 മതി, ചെറുതാണെങ്കിൽ 8. പിന്നെ ഒരല്പം ഇഞ്ചി, ഉണക്ക ഇഞ്ചിയാണ്, അതായത് ചുക്കാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ അത് നന്നായിട്ട് അടിച്ചെടുത്തുകൊണ്ട് വരാം. അതങ്ങോട്ട് മാറ്റി വയ്ക്കുക. പിന്നെ ഒരു പാത്രം എടുത്ത് അതിലേക്ക് 1.5 കപ്പ് ശർക്കരയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എല്ലാം ആ കപ്പിൻ്റെ അളവിനാണ്. നിങ്ങൾ ആ ഗ്ലാസ് ആണെങ്കിൽ ഗ്ലാസിൻ്റെ അളവിനെടുത്താലും മതി. അത് നമുക്ക് 2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് ഒന്ന് ഉരുക്കാനായിട്ട് വയ്ക്കാം. അത് ഉരുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് ഒരു പാൻ വെച്ച് 1.5 ടേബിൾ സ്പൂണോളം നെയ്യാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് തേങ്ങ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞതാണിത്. ഞാനിത് നല്ല ഉണക്ക തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് ഊത്തിയിട്ട് നമ്മൾ പച്ച തേങ്ങ ആയാലും മതി, അത് കുഴപ്പമില്ല. ഒരു ഗോൾഡൻ കളറാവുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇത് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നാലും ഒന്ന് ഇളക്കി കൊടുക്കണം. നമ്മളെ ശർക്കരയൊക്കെ ഉരുകി വന്നിട്ടുണ്ട്, നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. ആ ചൂടോടെ തന്നെ നമുക്ക് മാവിലോട്ട് ഒഴിച്ച് കൊടുക്കാം. നേരത്തെ തയ്യാറാക്കി വെച്ച ആ മാവിലോട്ട് ഞാൻ ആദ്യം കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, പിന്നെ അല്പം മാറ്റി വെച്ചിട്ടുണ്ട്. ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ട് നോക്കിയിട്ട് ബാക്കിയൂടെ ചേർത്ത് കൊടുക്കുക. മാവിൻ്റെയൊക്കെ അനുസരിച്ച് വെള്ളത്തിൻ്റെ അളവ് വ്യത്യാസം വരെ ഞാൻ 2 കപ്പ് വെള്ളം ഒഴിച്ചാണ് ശർക്കര ഒരുക്കിയെടുത്ത് ബാക്കിയും കൂടെ ഇരുന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിലേക്ക് പിന്നെ 1/4 കപ്പ് വെള്ളം കൂടെ, സാധാരണ പച്ചവെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതും കൂടെ ഒഴിച്ച് യോജിപ്പിച്ചപ്പോഴത്തേക്ക് എനിക്ക് വെള്ളം കണക്കായി വന്നിട്ടുണ്ട്. ഏകദേശം 2.25 കപ്പോളം വെള്ളം ഇതിന് വേണ്ടി വന്നിട്ടുണ്ട്. നമുക്കത് നന്നായിട്ട് വിസ്ക് വെച്ച് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. വിസ്ക് ആകുമ്പോൾ പെട്ടെന്ന് യോജിച്ച് കിട്ടും. ഇനി അതിലേക്ക് നമുക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാര, ഏലക്കയൊക്കെ പൊടിച്ച് വെച്ചിരുന്ന അതുകൂടെ ചേർത്ത് ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ചുക്ക് ചേർക്കുമ്പോഴത്തേക്ക് നമ്മൾ ഉണ്ണിയപ്പത്തിന് പ്രത്യേക ടേസ്റ്റാണ്. ചുക്ക് കൂടെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ഏലക്ക മാത്രമായാലും മതി. പിന്നെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1 ടീസ്പൂണോളം വെള്ളം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതും ചേർത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ അതിലേക്ക് കറുത്ത എള്ളാണ് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ 1/2 ടീസ്പൂൺ ചതച്ച ജീരകമാണ്. ജീരകം ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, ഇല്ലെങ്കിലും കുഴപ്പമില്ല. ചിലർക്ക് ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാവില്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. പിന്നെ അതായത്
നമ്മൾ വറുത്ത് വെച്ച തേങ്ങാക്കൊത്തൂടെ ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതാ ഈ കൺസിസ്റ്റൻസിയിൽ വേണം. നമ്മളെ മാവ് ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ റവ ഒന്ന് ചേർത്തുകൊണ്ടാണ് ഞാൻ മാറ്റി വെച്ചത്. അല്ലെങ്കിൽ അപ്പോൾ തന്നെ നമുക്ക് ചുട്ടെടുക്കാവുന്നതാണ്. റവ ചേർത്തില്ലെങ്കിലും ഈ ഗോതമ്പ് മാവും ഈ മാവ് കൊണ്ട് മാത്രം തയ്യാറാക്കാവുന്നതുമാണ്. റവ ചേർത്തുകൊണ്ടാണ് ഞാൻ 10 മിനിറ്റ് മാറ്റി വെച്ചത്. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കാവുന്നതാണ്. ഞാനൊരു ഉണ്ണിയപ്പം ചട്ടി വെച്ച് അതിൽ വെളിച്ചെണ്ണയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വേണം ഇത് മാവ് ഒഴിച്ച് കൊടുക്കാൻ. അത് നിറച്ചൊഴിച്ച് കൊടുക്കരുത്. ഒരു 3/4 ഭാഗത്തോളം, ആ കുഴിയിൽ 3/4 ഭാഗത്തോളം മാത്രമേ മാവ് ഒഴിച്ച് കൊടുക്കാൻ പാടുള്ളൂ. ഇത് പൊങ്ങി വരും, നിറച്ചൊഴിക്കരുത്. ഒരു കളർ മാറി വരുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഫ്ലെയിം എപ്പോഴും ലോ ഫ്ലെയിമിൽ വേണം ഇട്ടേക്കാൻ, ഹൈ ഫ്ലെയിമിൽ ഇടരുത്. അപ്പോൾ ഉള്ളു വേവത്തില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് കൂടെ തരിക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ബട്ടൺ പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോയുടെ എല്ലാ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. പിന്നെ എല്ലാവർക്കും, സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും, റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അതായത് മൂത്ത് വന്നിട്ടുണ്ട്, നമുക്കിതിൽ നിന്ന് എടുത്ത് മാറ്റാം. പഴമൊക്കെ ചേർക്കാത്തതുകൊണ്ട് ഇത് ഒരാഴ്ച 2-3 ദിവസമെങ്കിലും ഇരിക്കും. ഇത് ഞാനിത് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ഈ മാവ് ഉണ്ടാക്കി വെച്ചിട്ട് കുറച്ച് ചുട്ടിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ പിറ്റേ ദിവസമൊക്കെ ആകുമ്പം കുറച്ച് എടുത്ത് 1 മണിക്കൂർ മുമ്പേ ഉണ്ടാക്കുന്നതിന് മുമ്പേ എടുത്ത് പുറത്ത് വെച്ചിട്ട് നമുക്ക് ചൂടോടെ തന്നെ ഉണ്ണിയപ്പം എന്നും ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. ബാക്കി മാവ് ഫ്രിഡ്ജിലെടുത്ത് അടച്ച് വെച്ചിരുന്ന ചായ ഇടുന്ന സമയത്ത് തന്നെ നമുക്ക് നല്ല ചൂട് ഉണ്ണിയപ്പം ഉണ്ടാക്കി കഴിക്കാം. ആവശ്യത്തിന് ചുട്ടിട്ട് ബാക്കി മാവ് എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ മതി. ഉണ്ടാക്കുന്നതിന് 1 മണിക്കൂർ മുമ്പ് ഒന്ന് പുറത്തെടുത്ത് വെച്ചിരുന്നാൽ മതി. എത്ര ദിവസം വേണമെങ്കിലും നമുക്കിത് ഉണ്ണിയപ്പം ഉണ്ടാക്കി കഴിക്കാൻ പറ്റും. നമ്മുടെ ഉണ്ണിയപ്പം എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. ഞാൻ എല്ലാം ഇതേപോലെ ചുട്ടെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റിയും സോഫ്റ്റും ആയിട്ടുള്ള ഉണ്ണിയപ്പമാണിത്. നല്ല ടേസ്റ്റായിരുന്നു. ആ ചുക്കിൻ്റെയും ജീരകവും ഇലക്കയും എല്ലാം കൂടെ ചേർന്നപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉള്ള ഒരു ഉണ്ണിയപ്പം വരുന്നത്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്ത വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.